കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് എത്തുന്നത് യൂത്ത് ലീഗിന് നേതാവായ ഫാത്തിമ തഹ്ലിയാണ്. കോഴിക്കോട്ടെ CPIM ഭരണ കുത്തകയ്ക്ക് അറുതി വരുത്തും എന്നാണ് ഫാത്തിമയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. 4 പതിറ്റാണ്ടിലധികമായി CPM ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് UDF കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസ് ക്യാമ്പിലും ഒപ്പം മുസ്ലിം ലീഗിലുമൊക്കെ യുവ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സര രംഗത്തുമുണ്ട്. നമുക്കൊപ്പം ഉള്ളത് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയാണ്. കുറ്റിച്ചിറ വലിയ പേരുകേട്ട സ്ഥലമാണ്, നല്ല ബിരിയാണിയുള്ള സ്ഥലമാണ്, ഒപ്പം മാനവ മൈത്രിക്കൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പ്രതിനിധി ആവാനാണ് മത്സരം. എങ്ങനെ കാണുന്നു ഈ സ്ഥാനം? എന്തുകൊണ്ടും വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഭക്ഷണം എന്നുള്ളതല്ല, വിവിധ മേഖലയിൽ കൊണ്ട് പ്രശസ്തി നേടിച്ച ആളുകളുള്ള ഒരു നാടുകൂടിയാണ്. അപ്പൊ ഈ മണ്ണിലേക്ക് എത്തുക, ഈ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുക, അവരുടെ ഒരാളായി മാറുക, അവരുടെ വീട്ടിൽ അംഗമായി മാറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷെ അതത്ര എളുപ്പമാണ്. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് UDFന് തിരിഞ്ഞു കയറാൻ കഴിയാത്ത ഒരു ഭരണ കേന്ദ്രമാണത്. അധികാര കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയാത്ത ഇടമാണ്. എന്താണ് ഇത്തവണ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അത് UDF നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ നാട്ടുകാരത് ആഗ്രഹിക്കുന്നുണ്ട്, കോഴിക്കോട്ടുകാരത് ആഗ്രഹിക്കുന്നുണ്ട്. 2025 നമ്മൾ നിൽക്കുമ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടിലുള്ള ആളുകൾ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാണിജ്യ വ്യവസായങ്ങളൊക്കെ നടക്കുന്ന നാട്ടിലുള്ള ആളുകൾ അനുഭവിക്കേണ്ട ഒരു സുഖ സൗകര്യവും യഥാർത്ഥത്തിൽ കാലോചിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് ഈ നാട്ടിലെ ആളുകളെ അവരുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതവും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ട് കാലം അവർ ഭരിച്ചു എന്നല്ല, കട്ടുമുടിച്ചു എന്ന് വേണം പറയാൻ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അപ്പൊ അതൊക്കെ പുനഃപരിശോധിച്ചുകൊണ്ട് നമുക്ക് നാട്ടിലുള്ള ആളുകൾ ഒപ്പം ചേർന്നുകൊണ്ട് ഈ നാടിന് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികളാണ് UDF ഒരുക്കിയിട്ടുള്ളത്. ഈ വലിയ നഗരങ്ങൾ കൊച്ചിയുണ്ട്, തിരുവനന്തപുരമുണ്ട്, കൊച്ചിയിലൊക്കെ സ്ഥിരമായി പോകുന്ന ആളാണ്. ഈ കൊച്ചിക്കൊക്കെ ആനുപാതികമായ ഒരു വികസനം മലബാറിന്റെ ആസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വായനയും അത്തരത്തിലാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാം. നമ്മൾ ഈ നാടിനെ പറയുമ്പോൾ, കോഴിക്കോടിനെ പറയുമ്പോൾ കല്ലാഴിപ്പുഴേനെ പറയുന്നുണ്ട്, നമ്മൾ കുറ്റിച്ചിറ പറയുന്നുണ്ട്. എന്താണ് ഒരു പുഴയുടെ പ്രത്യേകത? പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പുഴ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് കൊച്ചിയിൽ ഉണ്ടായ പോലെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തുണ്ടായ പോലെയുള്ള വ്യവസായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെ പോയത്? നമുക്ക് ആനുപാതികമായിട്ടുള്ള രൂപത്തിലുള്ള വളർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ നഗരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഭരണ തുടർച്ചയാണോ അതിന്റെ കുഴപ്പം? ഈ നിരന്തരമായ ഒരു കക്ഷി തന്നെ ഭരിക്കുന്നതാണോ ആ വികസന മുരടിപ്പെന്ന് നിങ്ങൾ പറയുന്ന? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എത്ര അഴിമതികളാണ് അവിടെ നടക്കുന്നത്, എത്ര ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കുന്നത് പൂട്ടിക്കിടക്കാണ്. ഇപ്പം നമ്മുടെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ നവീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മളുടെ ബീച്ചിലേക്കുള്ള കാര്യങ്ങൾ, ആളുകളുടെ ആവലാതികൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ കണ്ണിൽ ഇടാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഡിവിഷനിലെ വിജയം അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ ഭരണത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ്. ഈ ഞാൻ പറയുന്നത് കുറ്റിച്ചിറ എന്ന് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് തങ്ങൾക്കും തങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് UDF പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്കും അവരുടെ മക്കൾക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം ഈ നാടിനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ അഴിമതി വീരന്മാരിൽ നിന്നും അത്തരത്തിലുള്ള ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇടപെടുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ ഘട്ടത്തിൽ നിന്ന് തിരിച്ച് ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കുറ്റിച്ചിറയിൽ വലിയ വിജയം നേടും, ഒപ്പം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും എന്ന് ആത്മവിശ്വാസം തന്നെയാണ് ഫാത്തിമ തഹ്ലിയും പ്രകടിപ്പിക്കുന്നത്.